ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA ഇവിടെ എക്സാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്നലെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല. ക്വസ്റ്റ്യൻ്റെ ആ ഒരു ടഫ്നെസ്സും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു. അതായത് നമ്മൾ സേഫ് സോൺ പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സേഫ് സോൺ എത്രയാണ്. പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ പല ചാനലിലൂടെയും അറിഞ്ഞു കാണും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ പറയുന്നത്. ഇത് എൻ്റെ മാത്രം ഒരു കൺസെപ്റ്റാണ്. അതിന് കുറച്ച് തെളിവുകളൂടെ നിങ്ങൾക്ക് തരാം. അതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്നത് കട്ട് ഓഫ് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ എഴുതിയ അനുസരിച്ച് അത്രയും വന്നിട്ടുണ്ടായിരിക്കത്തില്ല. ഞാൻ പറയുന്ന കട്ട് ഓഫ്, ഞാൻ പറയുന്ന സേഫ് സോൺ നിങ്ങൾ എഴുതിയ എക്സാം മാർക്കിനെക്കാട്ടിലും ഒരുപാട് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അതല്ല എൻ്റെ കൺസെപ്റ്റ് മാത്രമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആണ് ചെയ്യുന്നത്. എൻ്റെ മാത്രം ശരികളായിരിക്കും ചിലപ്പോൾ ഇത്. ഓക്കെ. അപ്പോൾ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, ഓഡിറ്റ് ജനറൽ ഓഫീസ്, ഈ ഓഫീസുകളെല്ലാം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പോയി മെയിൻ എക്സാം എഴുതിയിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽസിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മൈനസ് വരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലായിട്ടുള്ള എക്സാം ആയിരുന്നു. ഒരു 10-15 മൈനസിലും കുറഞ്ഞത് ഒരു ആവറേജ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു 80 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ 15 എണ്ണം മൈനസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് എവിടെ പോയി എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ. ഒരു 10 മൈനസ് ഒക്കെ 10-15 മാർക്ക് മൈനസ് ഒക്കെയാണ് ആൾക്കാർക്ക് അടിച്ചിട്ടത്. 20-25 ഒക്കെ പോയ ആൾക്കാരും ഉണ്ട്. ഓക്കെ. അപ്പോൾ അവരൊന്നും പുറത്ത് പറയുന്നില്ല. കുറച്ച് ആൾക്കാരൊക്കെ പുറത്ത് പറയുന്നുണ്ട്. എനിക്ക് ടെലിഗ്രാം വഴി കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20-23 മൈനസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 15 മൈനസ് വന്നിട്ടുണ്ട്. അതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ആവറേജ് ആയിട്ടുള്ള ബിലോ ആവറേജും എബോ ആവറേജും എല്ലാം ആൾക്കാരുടെ കണക്ക് കൂട്ടിയെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു 15 മുതൽ ഒരു 20-25 വരെയുള്ള തെറ്റുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മാർക്കുകളൊക്കെ ഒരുപാട് കുറയും. പക്ഷെ ഞാനിത് പറയുന്നത് കണക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ പറയുന്ന മാർക്ക് ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അത്രയും കട്ട് ഓഫ് വരുമോ അല്ലെങ്കിൽ അത്ര സേഫ് സോൺ വരുമോ എന്നുള്ള കാര്യം. അപ്പോൾ എന്നെ പൊങ്കലിടാൻ വരരുത്. ഞാനിതുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ സേഫ് സോണിലോട്ട് പോകാം. സേഫ് സോൺ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കുറച്ച് കണക്കുകൾ ഞാൻ നിങ്ങളടുത്ത് പറയാം. അപ്പോൾ അതിനാദ്യം ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി LGSന്റെ കാര്യമാണ്. ഓക്കെ. യൂണിവേഴ്സിറ്റി LGSന്റെ കട്ട് ഓഫും അതിന്റെ ഒരു കാര്യങ്ങൾ. അത് കാരണം ഞാൻ പറയുന്ന ഈ 3 എണ്ണം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്ന എക്സാം ആണ്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്ന ഒരു എക്സാം ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ മൊത്തത്തിൽ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS വേക്കൻസി ലിസ്റ്റ് വന്ന സമയത്ത് ഏകദേശം ഒരു 200-250 വേക്കൻസിയോളം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ വേക്കൻസിയാണ് 258 പറഞ്ഞത്. നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്ത് ഏകദേശം ഒരു 200+ വേക്കൻസിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ ഏകദേശം ഒരു 1099 പേരുടെ മെയിൻ ലിസ്റ്റാണ് എടുത്തിരുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 1178 പേരും DAയിൽ 44 പേരും. ടോട്ടൽ അവിടെ 2321 പേരാണ് അവിടെ ടോട്ടൽ ലിസ്റ്റിൽ വന്നിരുന്നത്. അപ്പം മെയിൻ ലിസ്റ്റ് നോക്കണം 1099. നമ്മൾ മെയിൻ ലിസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കട്ട് ഓഫ്, അതായത് ആ യൂണിവേഴ്സിറ്റി LGSന്റെ കട്ട് ഓഫ് 81 ആയിരുന്നു. 1099 പേരുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ 81 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. ഓക്കെ. പിന്നെ നടന്ന എക്സാം ആണ് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. അതും സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടന്നത്. അതിന്റെ വേക്കൻസി ഇപ്പോൾ 145 വേക്കൻസിയാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്താണ് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത്. ഓക്കെ. അപ്പൊ അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ 735 പേര് ഉണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 773 പേരുണ്ട്. DAയിൽ 32 പേരുണ്ട്. അതിനകത്ത് 1540 പേരാണ് ടോട്ടൽ ഉള്ളത്. മെയിൻ ലിസ്റ്റ് 735 ആണ്. കട്ട് ഓഫ് അവിടെ 83.33 ആണ്. ഓക്കെ. രണ്ടെണ്ണം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായല്ലോ. 200 അല്ലെങ്കിൽ 250 വേക്കൻസി ഉള്ള യൂണിവേഴ്സിറ്റി LGSന്റെ കട്ട് ഓഫ് 81, ആൾക്കാർ ഇട്ടത് 1099. 145 വേക്കൻസി ഉള്ള കേരള ബാങ്ക് OAക്ക് കട്ട് ഓഫ് വന്നത് 83.33. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ 735. ഓക്കെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 1099 പേരുള്ള ആ ലിസ്റ്റ് വന്നപ്പോൾ കട്ട് ഓഫ് 81 ആയി. ആ 735 പേരുള്ള ആ ലിസ്റ്റ് വന്നപ്പോൾ കട്ട് ഓഫ് 83.33 കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ 383 വേക്കൻസി അടുപ്പിച്ചാണ് ഉള്ളത്. അപ്പൊ 383 വേക്കൻസി അടുപ്പിച്ച് വരുമ്പോഴത്തേന് ഈ തൊട്ട് മുമ്പ് ഞാൻ ഇപ്പം പറഞ്ഞ ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് തൊട്ട് മുമ്പിൽ പറഞ്ഞ ആ ഒരു ഡേറ്റ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് കണക്കൂട്ടാൻ പറ്റുമോ എത്ര ആൾക്കാരുടെ എണ്ണം വരും എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ഈ 383 വേക്കൻസി വരുമ്പോഴത്തേനും ഏകദേശം എത്ര വരും? ഏകദേശം ഒരു 1500. ഓക്കെ. നമുക്കൊരു കൺഫേം ചെയ്ത് 1500 താഴെ ആൾക്കാരുടെ എണ്ണം വരുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ആനുപാതികമായിട്ട് വരുമ്പോഴത്തേന് 383 വരുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് കുറയാനുള്ള സാധ്യത. ഒരു 80 നമുക്ക് അവിടെ പറയാം. 50 അതിൽ കൂടുതൽ. കാരണം ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. യൂണിവേഴ്സിറ്റി LGS ആയാലും കേരള ബാങ്ക് OA ആയാലും അതിനകത്ത് ഡിഗ്രിക്കാരില്ലായിരുന്നു. ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റാത്ത എക്സാം ആയിരുന്നു യൂണിവേഴ്സിറ്റി LGSും കേരള ബാങ്ക് OA എന്ന് പറയുന്ന എക്സാമും. പക്ഷേ സെക്രട്ടേറിയറ്റ് OAയിലോട്ട് വന്നപ്പോൾ അവിടെ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന സമയത്ത് കുറച്ചുകൂടെ കട്ട് ഓഫ് ഒക്കെ കൂടി നിൽക്കാനാണ് സാധ്യത ഉള്ളത്. കാരണം ഡിഗ്രിക്കാരെ ഞാൻ ഒരുപാട് പൂഴ്ത്തി പറയല്ല. ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് വരുമ്പോഴത്തേനും അപ്പോൾ കുറച്ചുകൂടെ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യത അല്ലേ?
അപ്പൊ ഞാൻ പറഞ്ഞ ഏകദേശം ഒരു സെയിം ആവുന്നുണ്ടല്ലോ, ഒരു 80+ കയറി പോകാനുള്ള സാധ്യതയുണ്ട് കട്ട് ഓഫ്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് LGS. കമ്പനി ബോർഡ് LGS ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആയിരുന്നു. ഈ സെക്രട്ടേറിയറ്റ് OA പോലെ ഉള്ള ഒരു പരീക്ഷയായിരുന്നു. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടന്നത്. പക്ഷേ അതിനകത്ത് ഇട്ട ആൾക്കാരുടെ എണ്ണം നിങ്ങൾ നോക്കണം. അതിനകത്ത് ഇട്ട മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാർ 4038 പേരുടെ ലിസ്റ്റാണ് അതിനകത്ത് വന്നത്. സപ്ലിമെന്ററി ലിസ്റ്റ് 4055 പേരുടെ ലിസ്റ്റ് വന്നു. DA 120 പേര് വന്നു. ടോട്ടൽ അവിടെ 8213 പേരുടെ ലിസ്റ്റാണ് ഇവിടെ വന്നത്. മെയിൻ ലിസ്റ്റിൽ 4038. അവിടെ കട്ട് ഓഫ് എത്ര വന്നു? 76.67. 4038 പേരുടെ ലിസ്റ്റ് വന്നപ്പം തന്നെ അവിടെ 76.67 കട്ട് ഓഫ് വന്നു. അപ്പൊ അതിന്റെ പകുതി താഴെയാണ് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് OAയുടെ ഏകദേശം ലിസ്റ്റ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1500 പേരുടെ ലിസ്റ്റ് ആണെങ്കിൽ തന്നെ. അപ്പൊ കട്ട് ഓഫ് എത്രത്തോളം പോകുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് നടന്ന ഞാൻ വേറെ കാര്യങ്ങളോട് പറയുന്നു. ഈ 4 എക്സാം നടന്ന 4 ക്വസ്റ്റ്യൻ 4 പാറ്റേൺ ആണ്, 4 രീതിയിലാണ് എക്സാം നടന്നത്. ക്വസ്റ്റിന്റെ പാറ്റേൺ വെച്ചല്ല നമ്മൾ പറയുന്നത്. ഈ എക്സാമിന്റെ, അതായത് നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്ന 4 എക്സാമിന്റെ അതിൽ 2 എണ്ണം ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റാത്ത എക്സാം, 2 എണ്ണം ഡിഗ്രിക്കാർക്ക് എഴുതാൻ, ഡിഗ്രിക്കാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ്. അതിന്റെ രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് OAക്ക് ഏകദേശം എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 80 കൂടുതലൊക്കെ പോകാനാണ് സാധ്യത ഉള്ളത്. ഒരു 1500 പേരുടെ ലിസ്റ്റ് ഇടുകയാണെങ്കിൽ. അതിൽ കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ട് ഓഫ് കുറവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ഈ ഒരു ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് ഇത്രയും കാണത്തില്ല, ചിലപ്പോൾ 60-65 മാർക്ക് മേടിച്ച ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും ലിസ്റ്റ് വരുമെന്നുള്ള കാര്യം. അതൊന്നും ഞാൻ പറയുന്നില്ല, ലിസ്റ്റ് വരുമോ ഇല്ലെന്ന കാര്യം. കട്ട് ഓഫ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം കുറയട്ടെ, കുറച്ച് ആൾക്കാരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തട്ടെ. കാരണം ഇതിനകത്തൊക്കെ NJD ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. സെക്രട്ടേറിയറ്റ് OAക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ജോലി കിട്ടിയ, ഇപ്പം LD ഒക്കെ ലിസ്റ്റ് വന്നു, അതിനകത്തൊക്കെ ഉൾപ്പെട്ട ആൾക്കാരായിരിക്കും ഈ കടന്ന് ഈ ലിസ്റ്റിനകത്ത് സെക്രട്ടേറിയറ്റ് OAക്കകത്ത് വരുന്നത്. ലിസ്റ്റിലൊക്കെ വന്ന് ഉൾപ്പെട്ട ആൾക്കാരായിരിക്കും സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് ആദ്യത്തെ റാങ്കുകളിലേക്ക് വരുന്നത്. അപ്പൊ അവരൊക്കെ NJD അടിച്ച് പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ റിലീസിനെ കൊടുത്തു പോകും. അപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ട് കട്ട് ഓഫ് മാക്സിമം കുറച്ച് താഴോട്ട് നിൽക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ കൂടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ കൂടെ ജോലി കിട്ടണം എന്റെ ഒരു പ്രാർത്ഥന. കാരണം അപ്പോഴും കട്ട് ഓഫ് കുറച്ചൊക്കെ നല്ലപോലെ കുറയും. ഓക്കെ. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഒരു കാഴ്ചപ്പാട്, ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എന്നെ ചീത്ത വിളിക്കാനുള്ള കുറെ ആൾക്കാരൊക്കെ തയ്യാറെടുത്തിരിക്കുന്നുണ്ടായിരിക്കും. സംഭവിക്കാതിരിക്കാം. ഓക്കെ. സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. കാരണം കട്ട് ഓഫ് കുറച്ച് ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തി കട്ട് ഓഫ് കുറച്ച് ലിസ്റ്റ് വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്റെ പ്രവചനം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാവണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത്രയും കട്ട് ഓഫ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞ ആൾക്കാരൊന്നും ഈ ലിസ്റ്റിൽ ഉൾപ്പെടില്ല. അപ്പം എന്റെ ഈ അഭിപ്രായം തെറ്റട്ടെ എന്നാണ് എന്റെ 100% പ്രാർത്ഥന. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വല്ലതും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.